ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗങ്ങളാവുകയാണ്. ലോകചരിത്രത്തില് ഇത്രയും അധികം വിശുദ്ധര് ഒരുമിച്ച് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. അത് സെന്റ് പീറ്റേഴ്സ് കൊച്ചുരുപതയുടെ അതിപുരാതന ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങിയുടെ അഭിമാനമായിട്ട് നമ്മൾ മാറുകയാണ്. ലോകത്തിന്റെ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന കണക്ക് ഇത് നമ്മൾ ഏറ്റെടുത്തു. അത് ഏറ്റവും അനുഗ്രഹീതമാവുകയാണ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ റെക്കോർഡ് കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു റെക്കോർഡ് സ്ഥാപിതമായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറ പള്ളിയിൽ. അന്ന് 158 വിശുദ്ധരുടെ വേഷം ധരിച്ച് എത്തിയ കുട്ടികൾ ഒരുമിച്ച് അണിനിരന്നാണ് ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഇന്നാകട്ടെ ഈ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ കുട്ടികളും അവരുടെ അധ്യാപകരും ഇടവക അംഗങ്ങളും മാതാപിതാക്കളും എല്ലാവരും ചേർന്നിട്ട് 303 കുട്ടികളെയാണ് വിശുദ്ധരുടെ വേഷത്തിൽ അണിനിരത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുൻപുണ്ടായിരുന്ന റെക്കോർഡിനേക്കാളും വളരെയധികം ഇരട്ടിയോളം അംഗങ്ങൾ അണിനിരത്തിക്കൊണ്ട് വളരെ വലിയൊരു റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും അവരെ അണിയിച്ചൊരുക്കിയ മത അധ്യാപകരെയും മാതാപിതാക്കളെയും ഇടവക ജനങ്ങളെയും എല്ലാവരെയും അനുമോദിക്കുകയാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഇതിന്റെ ഭാരവാഹികളെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. വികാരിയച്ഛൻ. ഇതിന് പിന്നില് വലിയൊരു പ്രയത്നം ഉണ്ടായിരുന്നു. നമ്മുടെ സ്നേഹമുള്ള ടീച്ചേഴ്സ്, നമ്മുടെ മതബോധന അധ്യാപകര് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു ഈ കുട്ടികളെ ഒരുക്കുവാനും അവരുടെ പാരന്റ്സിന് വേണ്ട സപ്പോർട്ട് നൽകാനൊക്കെ. അപ്പൊ അതിന്റെ ഒരു അപ്രീസിയേഷൻ എന്ന നിലയിൽ സെന്റ് പീറ്റേഴ്സ് സൺഡേ സ്കൂളിന് ഔപചാരികപരമായ ദ ഹാൻഡ് ബിഹൈൻഡ് ദി സീൻ എന്ന മുദ്ര പത്രം സെന്റ് പീറ്റേഴ്സ് സൺഡേ സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീ മോളി മൈക്കിളിന് ടീം അംഗങ്ങൾക്കും നൽകിക്കൊണ്ട് ഇപ്പോൾ അത് നടത്തുന്നു. ടീച്ചേഴ്സ് 2-3 പേര് അടുത്തേക്ക് വരിക. ടീച്ചേഴ്സ് മാത്രം ബാബാ, ടീച്ചേഴ്സ് പ്ലീസ്. വരരുത്, ആരും വരരുത്. കൈയടിക്കാം. Congratulations to St. Peter's Sunday School for your record. Thank you. എല്ലാവരും ഇരിക്കുക, മക്കളും ഇരിക്കുക.
വിശദീകരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. കാരണം ഇവരിനി അടുത്ത വെന്യൂവിലേക്ക് പോകും. കുട്ടികളെല്ലാവരും, പാരൻസ്, കുട്ടികളെല്ലാവരും ടീച്ചേഴ്സിൻ്റെ കൂടെ വലതുവശത്തേക്ക് അങ്ങോട്ട് ചടരുത്. അവിടെ കുട്ടികൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം. പാരൻസ് ഒന്ന് വഴി കൊടുക്കുക. അവർ ഹോളിലേക്ക് പോകണം. ഷിജുവിനുള്ള PT അംഗങ്ങൾ അവർക്ക് വേണ്ടിയുള്ള സ്നാക്സ് കാര്യങ്ങൾ അവിടെ എത്തിക്കുക, ചായ കാര്യങ്ങൾ അവിടെ എത്തിക്കുക. എല്ലാവരും കുട്ടികളെയും ആയി ഹാളിലേക്ക് പോകണം. പാരൻസ് അവരെ അക്കമ്പനി ചെയ്യാം. ആ സമയം അടുത്ത ബാച്ച് 6ാം ക്ലാസ് മുതലുള്ള മുതിർന്നവര് അണിനിരക്കും. LKG UKG സെക്ഷൻസ് എഴുന്നേക്ക് മക്കൾ പോകേണ്ടി അപ്പുറത്തേക്ക് പോകുന്ന മക്കൾ. ഇനി സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ തരും കേട്ടോ, സർട്ടിഫിക്കറ്റ് തരും. എല്ലാവരും റൈറ്റ് സൈഡിലേക്ക് തന്നെ പോകണം എല്ലാവരും. സീനിയർ ടീച്ചേഴ്സ്, നിങ്ങളുടെ കുട്ടികളെ അടുത്ത ബാച്ചിന് 6ാം ക്ലാസ് മുതലുള്ളവര് അണിനിരക്കണം ഉടനെ. ഇറങ്ങി വാ. അങ്ങനെ കൊച്ചിയിൽ വീണ്ടും ഒരു ലോക റെക്കോർഡ് ഇവിടെ പിറന്നിരിക്കുകയാണ്. 300-ൽ അങ്ങനെ കൊച്ചിയിൽ വീണ്ടും ഒരു ലോക റെക്കോർഡ് പിറന്നിരിക്കുകയാണ്. 300-ലധികം വിശുദ്ധരെയാണ് ഈ കൊച്ചി സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ദേവാലയത്തിൽ ഈ ഒരു വേൾഡ് റെക്കോർഡിനായി അണിനിറഞ്ഞത്. 300-ലധികം വിശുദ്ധർ, കത്തോലിക്ക സഭയിലെ 300-ലധികം വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ഒരു ഇടവകയിൽ ഒരുങ്ങുമ്പോൾ ഇത് വലിയൊരു ദൃശ്യ വിസ്മയമായി, അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ വലിയൊരു സാക്ഷ്യവുമായി. 4 മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാനയിൽ ഈ 300-ലധികം വിശുദ്ധർ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ തുടർന്നു ഈ ഒരു വേൾഡ് റെക്കോർഡിനായി ദേവാലയത്തിന് മുന്നിൽ അണിയുന്നു. ഇപ്പോൾ ഇത് ഒരു വേൾഡ് റെക്കോർഡായി തന്നെ മാറിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണാം 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിശുദ്ധരുടെയാണ്. അവരുടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പരേഡ് 6ാം ക്ലാസ് മുതൽ മുതിർന്ന കുട്ടികളുടെ പരേഡാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വിശുദ്ധരായിട്ട് വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ദേവാലയത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. വളരെ എന്താ പറയുക, അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദച്ചൻ ചേരുകയാണ്. അച്ഛാ, കുറേ നാളത്തെ ഒരുക്കങ്ങളായിരുന്നു, ഇപ്പോൾ ഇത് വേൾഡ് റെക്കോർഡായിട്ട് തന്നെ ലഭിച്ചിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഇവരുടെയൊക്കെ വലിയ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ മക്കൾ ഒരു നല്ല കാര്യത്തിൽ ഒരുമിച്ച് ചേർന്നതിൽ പാരൻസിൻ്റെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സ് സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റെക്കോർഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. ഇടവക സെൻറ്റ് മേരീസ് ഇടവക അത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇടവകയാണ്. എല്ലാത്തിനും ഇവർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ എല്ലാ ടീമംഗങ്ങളും ഇവിടെ എല്ലാവരും ഉണ്ട്. അവർ സന്തോഷത്തോടെ ഞങ്ങൾ സഹകരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ മാസം ഓരോ പരിപാടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 150ാം വാർഷികം അനുസരിച്ച് ഇടവകയുടെ 150ാം വാർഷികമാണ്. അതനുസരിച്ച് ഓരോ മാസം ഓരോ പരിപാടികളാണ്. അതിലൊരു പരിപാടിയാണിത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം? മനസ്സിൽ ഇങ്ങനൊരു ആശയം വരാനുള്ള കാരണം, നമ്മൾ ഇന്ന് ലോകത്തിൽ ഹാലോവീൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ലോകമാസകലം നടക്കുന്നത്. അതൊരു അല്പം കൂടി നെഗറ്റീവ് എനർജി നൽകുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അതിനെതിരെ ഇപ്പോൾ അഭിവന്യ പരിശുദ്ധ പിതാവും മെത്രാൻ സമിതിയും ലോകത്തിലെല്ലാം ഹോളി വീൻ എന്നൊരു പരിപാടി ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കത് ഒന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയം കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ നവംബർ മാസം തന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാളെ ചെറിയ നോമ്പ് തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ മക്കളെല്ലാവരും വിശുദ്ധരായി അണിയിച്ചൊരുക്കാമെന്ന് ആഗ്രഹിച്ചു. ടോട്ടൽ എത്ര നമ്പർ ഉണ്ടായിട്ടുണ്ട്? 303 പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ റെക്കോർഡ് നേടിയിരിക്കുന്നത്. 303 പേരാണ്. LKG മുതൽ 13ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് മെയിനായിട്ട് അതിലുള്ളത്. കുറച്ച് പേര് അതിൽ മുതിർന്നവരുമുണ്ട്, പ്രായമായവരും. അവർക്ക് ആഗ്രഹം കൊണ്ട് പ്രായമായവരും വന്നിട്ടുണ്ട്.
എനിക്കൊന്ന് വേൾഡ് റെക്കോർഡാണ് നേടിയിരിക്കണേ അല്ലേ? ചിന്തിച്ചിരുന്നോ ആ വേൾഡ് റെക്കോർഡിലേക്ക് തന്നെ എത്തുന്നത്? ഇല്ലില്ല, വേൾഡ് റെക്കോർഡിലേക്ക് എത്തുമെന്ന് ചിന്തിച്ചില്ല. പക്ഷേ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മറ്റേ നമ്മൾ മീഡിയയിലൊക്കെ നോക്കി സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ വരെയുള്ള റെക്കോർഡ് 157 പേരുടെ ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അത് സത്യമായിട്ട് സംഭവിക്കുകയും ചെയ്തു. ഒരു വിശുദ്ധൻ പോലും റിപ്പീറ്റ് ഇല്ല അല്ലേ? ഇല്ല, ഒരു വിശുദ്ധന്മാരും റിപ്പീറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് വളരെ കൃത്യമായിട്ട് ടീച്ചേഴ്സ് നോക്കിയിരുന്നു. പാരൻസും ഒക്കെ അതിന് സഹകരിച്ചു. 2 പേരൊക്കെ ചിലപ്പോൾ പോയിരുന്നു, പക്ഷെ അവരപ്പം തന്നെ മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അടുത്ത 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായി തന്നെ. ആരാണ് മോളെ? എവിടെയാണ് സ്ഥലം? ബെൽജിയം. പൗള ഫ്രാസിനെറ്റി. പൗള ഫ്രാസിനെറ്റി. എവിടുത്തെ വിശുദ്ധനാ? ഇറ്റലിയിൽ. അറിയോ? സെന്റ് മരിയാൻസ ഡി ജീസസ്. സെന്റ് മരിയാൻസ ഡി ജീസസ്. എവിടെയുള്ള വിശുദ്ധയാണ്? സെന്റ് ജൂലിയാന സ്കറോസിയ. എന്താ പറഞ്ഞു? ജൂലിയാന. ജൂലിയാന. മോനെ? സെന്റ് നിക്കാസിയസ്. സെന്റ് നിക്കാസിയസ്. സെന്റ് സക്കറിയ. സെന്റ് സക്കറിയ. യൂഫീമിയ. ആരാണ്? യൂഫീമിയ. യൂഫീമിയ എവിടെയുള്ളതാണ്? റോമാണോ? യൂറോപ്പാണോ? ചിൽസ്ഡോൺ. സെന്റ് ലിഡ്വീന. സെന്റ് ലിഡ്വീന. ലിഡ്വീന എവിടെയുള്ളതാ? നെതർലാൻഡ്. നെതർലാൻഡിലുള്ള ഇതിനെ കുറിച്ചുള്ള വിശദാന്നൊക്കെ അറിയോ? സെയിന്റ് അബിഗെയിൽ. അബിഗെയിൽ. എവിടെയുള്ള വിശദ? അത് അറിയാമല്ല, നെറ്റ് അടിച്ചിട്ട് വന്നൊന്നുമില്ല. എന്തോ അറിയാമല്ല, ആർക്കും അറിയാമല്ല. അറിയാമല്ലോ. അപ്പൊ എവിടെ നിന്ന് കിട്ടിയ വിശുദ്ധയുടെ? അത് പള്ളി. സെന്റ് മാർഗ്രേറ്റ്. സെന്റ് മാർഗ്രേറ്റ്. മാർഗ്രേറ്റ്. മാർഗ്രേറ്റ് അല്ലേ? മോളോ? സെയിന്റ് ഇസബെല്ല. ഇസബെല്ല എവിടെയുള്ളത്? സ്പെയിനും പിന്നെ പോർച്ചുഗീസിലും. അല്ലേ? എന്താ ചെറുതൊക്കെ ഉണ്ടല്ലോ? റഫായൽ മലാഖ. റഫായൽ മലാഖയാണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ പേരുകളിൽ നമ്മൾ പലപ്പോഴും സ്ഥിരം കേട്ടുപോലും മറക്കാത്ത പേരുകളാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതിന് തൊട്ടു മുകളിലായിട്ട് കുറച്ചുകൂടി മുതിർന്ന ആളുകളൊക്കെ അടങ്ങുന്ന ഒരു വിശുദ്ധരുടെ സംഘമുണ്ട്. ഏതാണ് വിശുദ്ധ? വിശുദ്ധ ഏതാ? പേര് മറന്നല്ലോ. ഇത് മാതാവ്. മാതാവാണോ? മാതാവാണ്. അനസ്താസിയ. മാതാവ്. ലാസ്ലേറ്റ് മാതാവ്. പേരൊന്ന് കിട്ടിയില്ല ആദ്യം. പേരൊന്ന് മറന്നു. സെയിന്റ് അനസ്താസിയ. സെയിന്റ് അനസ്താസിയ എവിടെയുള്ളതാ? റോം, ഇറ്റലി. ഇറ്റലിയിലുള്ളതാണ്. ഓക്കെ. ബാക്കി എന്തൊക്കെ അറിയോ വിശുദ്ധനെ കുറിച്ച്? ഈ വിശുദ്ധ ജനിച്ചത് 281 AD റോമിലാണ്. മരിച്ചത് 304 ഡിസംബർ 25 സെർമിയത്തില്, പൽമാരി ഐലൻഡില്. എന്തിനു വേണ്ടിയുള്ള വിശുദ്ധയാണ്? ഈ ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, ഹീലേഴ്സ്. നിക് നെയിം ഡെലിവറർ ഫ്രം പോഷൻസ് എന്നാണ്. അങ്ങനെയാണല്ലേ? ഇതെല്ലാം പഠിച്ചായിരുന്നു അല്ലേ? മോളോ? ജൂലിയാന. നേരത്തെ ചോദിച്ചാണോ? അല്ല. എവിടെയുള്ള വിശുദ്ധയാ? ഇറ്റലി. മറ്റേ ഫ്ലോറൻസ് അല്ലേ? അപ്പോ ഇത് തന്നെയാണ്. ഈ പേരുകളൊന്നും നമുക്ക് ഒരു പിടുത്തില്ല. ഇങ്ങോട്ട് നീങ്ങുന്നു. മോളെ ഏത് വിശുദ്ധയാ? സെന്റ് പ്രിസ്ക. സെന്റ് പ്രിസ്ക. പ്രിസ്ക എവിടെയുള്ളതാ? നോക്കിയായിരുന്നോ? എന്തിനുള്ള വിശുദ്ധയാണ്? എന്തിന്റെ വിശുദ്ധയാണ്? റോമിലുള്ള വിശുദ്ധയാണ്. ഓക്കെ. മോളെ ഏത് വിശുദ്ധയാ? സെന്റ് മാർഗ്രറ്റ് ഓഫ് ആന്റിയോക്ക്. എവിടെ? ഏത് രാജ്യത്തുനിന്നാ? അന്ത്യോക്കയിലെ സിറിയ എന്ന സ്ഥലത്ത് നിന്നാണ്. അന്ത്യോക്കയിലെ സിറിയ സ്ഥലത്ത്. എന്തിനു വേണ്ടിയുള്ള വിശുദ്ധയാണ്? ഇത് ഗർഭിണികളുടെ മധ്യസ്ഥയാണ് അറിയപ്പെടുന്നത്. പഠിച്ചായിരുന്നോ വിശുദ്ധനെ കുറിച്ചൊക്കെ? അറിഞ്ഞായിരുന്നു അല്ലേ? എന്ത് തോന്നുന്നു ഇങ്ങനെ ഈ വിശുദ്ധയുടെ ഒക്കെ വസ്ത്രം അണിഞ്ഞ് നിൽക്കുമ്പോ? വളരെ ഒരു സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഈ വിശുദ്ധനെ കുറിച്ച് കേൾക്കുന്നത്? അതെ. ആദ്യമായിട്ടാണ്. ഇതാരാണ്? പടച്ചട്ടിക്കുണ്ടല്ലോ. സെയിന്റ് അഡ്രിയാൻ ഓഫ് നിക്കോമെഡ. അഡ്രിയാനോഫ് അല്ലേ? ഏത് രാജ്യത്തുനിന്നാ? നിക്കോമെഡ എന്ന രാജ്യത്തല്ലേ? എന്താണ്? എന്തിന്റെ വിശുദ്ധ?
വിശുദ്ധനാ? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ചുമതലയേറ്റ രാജാവിനെ മോചിപ്പിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന അങ്ങനെ ഇതാണല്ലേ. ഓക്കെ, അപ്പോ ഇത്തരത്തില് പല വിശുദ്ധര് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു. ഇത് മാർപ്പാപ്പയാണോ അല്ലേ? ആണോ? ബിഷപ്പാണ്. ആ പറ. സെയിന്റ് ആൻസലം. സെയിന്റ് ആൻസലം. ആൻസലം എവിടുത്തെ? ഇറ്റലി. ഇറ്റലി അല്ലേ? എന്തിനു വേണ്ടിയുള്ള വിശുദ്ധനാ? ഫിലോസഫേഴ്സിന് വേണ്ടിയുള്ള വിശുദ്ധനാണ് അല്ലേ? ഓക്കെ, എന്തായാലും ഇത് എന്താ കയ്യില്? ഇത് പള്ളിയിൽ പള്ളിയിൽ ഇത് എന്താ? ഏത് വിശുദ്ധനാ? സെന്റ് ബെഞ്ചമിൻ. ബെഞ്ചമിൻ അല്ലെ? ഏത് രാജ്യത്തുനിന്നാ? അറിയാം. എന്താ അറിയാം വിശുദ്ധനെ കുറിച്ച്? വിശുദ്ധൻ മറ്റേ രക്തസാക്ഷിയായിരുന്നു അല്ലെ? ഇതൊക്കെ എന്തിനാണ് കയ്യിൽ വെച്ചേക്കണെന്ന് വെളിപ്പെടുത്തണ്ടോ? അതാ വിശുദ്ധൻ പള്ളിയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തില് വ്യത്യസ്തരായ പേരുകളില് വ്യത്യസ്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പേര് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പേരുകളിൽ ഒരുപക്ഷെ നമ്മൾ പോലും കേട്ടിട്ടില്ല, നമുക്ക് സ്ഥിരം പരിചയമില്ലാത്ത പല വിശുദ്ധരും ഇന്ന് ഇവിടെ ഈ ഒരു ദേവാലയത്തിന് മുമ്പിൽ. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഏറ്റവും കൂടുതൽ മുതിർന്ന കുട്ടികൾ എല്ലാവരും പങ്കുചേർന്നുണ്ട്. വളരെ മനോഹരമായാണ് ഈ ഒരു ദൃശ്യാവിഷ്കാരം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്.